അപ്പോൾ നമസ്കാരം. നമ്മുടെ ആൽഫ ജീനിയസ് ഇൻ്റഗ്രേറ്റഡ് സ്കൂളിലെ ഒരു പ്രൗഡ് പാരൻ്റാണ് എൻ്റെ കൂടെ നിൽക്കുന്നത്, മിസ്റ്റർ സതീഷ്. അപ്പോൾ വിനയുടെ പാരൻ്റാണ് സതീഷ്. വി ക്യാൻ സ്റ്റാർട്ട് വിത്ത് വിനയ്. സർ, വിനയ് ഏത് കോഴ്സാണ് ഇപ്പോൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അവനിപ്പോൾ +2 ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് ആൻഡ് കമ്പ്യൂട്ടർ സയൻസ് കോഴ്സാണ് ചെയ്തിരുന്നത്. കോമ്പിനേഷൻ ഓഫ് ഇൻ്റഗ്രേറ്റഡ് കോഴ്സ് വിത്ത് ജെഇ. ഓക്കെ. അപ്പോൾ ശരിക്കും ഇപ്പോഴത്തെ ഒരു ടെക്നോളജി ഡ്രിവൺ വേൾഡിൽ നമുക്ക് ഏറ്റവും കൂടുതലൊരു സാധ്യതയുള്ള ഫീൽഡ്സാണ് ഇപ്പോൾ മെഡിക്കൽ, അതുപോലെ തന്നെ ടെക്നോളജി, IT, സ്റ്റാർട്ടപ്പ് ഒക്കെ. ശരിക്കും ഇവരെ അതിലേക്ക് ഡ്രൈവ് ചെയ്യാനായിട്ട് നമുക്ക് ആദ്യത്തെ കടമ്പ എന്ന് പറയുന്നത് തന്നെ ഈ എൻട്രൻസ് എക്സാമിനേഷനാണ്. അപ്പോൾ ഇങ്ങനൊരു കോൺസെപ്റ്റ് കൊണ്ടുവന്നതിനെ കുറിച്ച് അല്ലേ, ഇപ്പം അവരുടെ കരിക്കുലവും അതോടൊപ്പം തന്നെ എൻട്രൻസ് കോച്ചിങ് കൂടിയാണ് ഇവിടെ നൽകുന്നത്. സാർ എന്താ അതിനെക്കുറിച്ച് പറയാനുള്ളത്? തീർച്ചയായിട്ടും. അതായത് മോൻ്റെ ഒരു 11th and 12th എന്നുള്ളതിൽ അവരൊരു കരിയർ ഡിസിഷനിങ് പോയിൻ്റാണ്. അപ്പോൾ എനിക്ക് നിർബന്ധമായിരുന്നു റാദർ ദാൻ ജസ്റ്റ് ബോർഡ്സ്, കോമ്പിനേഷൻ ഓഫ് ജെഇ ഓർ നീറ്റ് എന്നുള്ളത് എൻ്റെ ഒരു താല്പര്യമായിരുന്നു. അപ്പോൾ അത് മോനോട് ചോദിച്ചപ്പോൾ മോന് അതിൽ താല്പര്യം ഉണ്ടായിരുന്നു. അങ്ങനെ ജെഇ ഇൻ്റഗ്രേറ്റഡ് കോഴ്സിൽ ഞാൻ അങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അങ്ങനെയാണ് ഈ സ്കൂളിനെ പറ്റി അറിയുന്നതും ഇവിടെ വന്ന് ഈ ഇൻഫ്രാസ്ട്രക്ചർ കാണുകയും. അന്ന് ഈ ഒരു ബിൽഡിങ്ങേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഓവർ ലാസ്റ്റ് 12 months 2 ബിൽഡിംഗ് വന്നതും ഹോസ്റ്റൽ ഫെസിലിറ്റീസ്, ഇറ്റ്സ് എ ഫാന്റാസ്റ്റിക് ഇൻഫ്രാസ്ട്രക്ചർ വി ഹാവ്. പക്ഷേ മെയിൻ ഫോക്കസ് വാസ് ടു ഹാവ് എ ഇൻ്റഗ്രേറ്റഡ് +1 +2 എ കോമ്പിനേഷൻ ഓഫ് ബോർഡ്സ് പ്ലസ് ജെഇ. അതെ, ആക്ച്വലി ഇവരുടെ കാര്യം പറയുകയാണെങ്കിൽ ഇവരുടെ സ്വദേശം തൃപ്പൂണിത്തുറയാണ്. അവിടുന്ന് ശരിക്കും മകൻ്റെ പഠിത്തത്തിന് വേണ്ടിയിട്ടാണ് പാരൻസ് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്ത്. നിങ്ങളിപ്പോൾ ഇവിടെ അടുത്ത് തന്നെയാണല്ലോ താമസിക്കുന്നത്. പിന്നെ എപ്പോഴും നമുക്ക് വരുന്നൊരു കൺസേൺ എന്ന് പറയുന്നത്, ഇവിടെ ഹോസ്റ്റലിലല്ലേ മോൻ നിന്ന് പഠിക്കുന്നത്? അല്ല, പിന്നെ ഹോസ്റ്റലായിരുന്നില്ല. ഞാൻ വന്ന് ഇരുന്ന സമയത്ത് ഹോസ്റ്റൽ കൺസ്ട്രക്ഷൻ നടക്കേണ്ടായിരുന്നുള്ളൂ. പിന്നെ എനിക്കിപ്പോൾ വർക്ക് ഫ്രം ഹോം ആയതുകൊണ്ട് ഞാനിവിടെ അടുത്ത് വന്ന് താമസിക്കാന്നുള്ള ഡിസിഷനിലെത്തി. പക്ഷേ ഓവർ എ പീരീഡ് ഓഫ് ടൈം ഇത് നല്ലൊരു ഹോസ്റ്റൽ ഫെസിലിറ്റി ഇവിടെ വന്നു. ഫോർ ബോത്ത് ബോയ്സ് ആൻഡ് ഗേൾസ് സെപ്പറേറ്റ് ഹോസ്റ്റലാണ്. പിന്നെ മോൻ പറയായിരുന്നു കൂടുതലുള്ള പിള്ളേരെല്ലാം ഹോസ്റ്റലാണ് താമസിക്കുന്നത്. ഇറ്റ്സ് എ വെരി ഗുഡ് ഇൻഫ്രാസ്ട്രക്ചർ ആസ് ഐ അണ്ടർസ്റ്റാൻഡ്, ഇൻ ടേംസ് ഓഫ് ഫുഡ് ആയാലും സ്റ്റേ ആയാലും. പിന്നെ വൺ പർട്ടിക്കുലർ തിങ്, ഇവിടെ ഒരു ഞാൻ നോക്കിയിരുന്നത് ഒരു പേഴ്സണൽ അറ്റൻഷൻ കിട്ടുമെന്നുള്ളതാണ് ഫ്രം ടീച്ചേഴ്സ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആസ്പെക്റ്റ് ആയിരുന്നു. അതിൽ ഒരുപാട് കോച്ചിങ് സെൻറ്റേഴ്സ് ഉണ്ട്. പക്ഷേ എങ്ങനെ ഒരു കൊച്ചിൻ്റെ കാലിബർ അനുസരിച്ച് ഒരു പേഴ്സണൽ ടച്ച് കൊടുക്കാൻ പറ്റുമെന്നുള്ളതിന് ഒരു നല്ലൊരു ഉദാഹരണമാണ് ഈ സ്കൂൾ. അപ്പോൾ ബോത്ത് ഫ്രം അക്കാഡമിക്സ് ആൻഡ് ഐ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഈസ് ഓൾസോ ഹാപ്പനിങ് ഇൻ ദ ഹോസ്റ്റൽ ആസ് വെൽ. തീർച്ചയായിട്ടും അങ്ങനെയാണ് കൂടുതൽ അറിയുന്നത്. മോനെല്ലാം വന്ന് ഷെയർ ചെയ്യായിരുന്നു. അപ്പോൾ അങ്ങനെ ഹോസ്റ്റൽ ഫെസിലിറ്റീസിനെ കുറിച്ച് വന്ന് പറയുന്നത്. Okay, അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച് ഫോർ ചാറ്റിംഗ്. ആൻഡ് അപ്പോൾ സാറിന് ഫൈനലായിട്ട് നമ്മുടെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവരോട് എന്താണ് പറയാനുള്ളത് നമ്മുടെ സ്കൂളിനെ പറ്റിയിട്ട്? തീർച്ചയായിട്ടും. അതായത് ഇപ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ 11th and 12th വലിയൊരു കടമ്പയാണ് ഏതൊരു കൊച്ചിനെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ഏതൊരു പാരൻറ്റും ചിന്തിക്കുന്നത് എങ്ങനെ ഒരു നല്ലൊരു എഡ്യൂക്കേഷൻ കൊടുക്കാൻ പറ്റും, വാട്ട് ഈസ് ദ ബേസ് ദാറ്റ് യു വാണ്ട് ടു ഗിവ് ടു യുവർ ചൈൽഡ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇൻ്റഗ്രേറ്റഡ് കോച്ചിങ് എന്നുള്ളത് for any student is the best thing to do. ഒരു സ്ട്രെസ് ഫ്രീ എഡ്യൂക്കേഷൻ, പേഴ്സണൽ അറ്റൻഷൻ എന്നുള്ള രീതിയിൽ എന്തുകൊണ്ടും ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു സ്കൂളാണ് ആൽഫ ജീനിയസ്. താങ്ക് യു സോ മച്ച് സർ. അപ്പോൾ ശരിക്കും ഒരു സ്റ്റുഡൻസിനെ സംബന്ധിച്ച് അവരുടെ ഒരു അക്കാഡമിക്സിൽ ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു പോയിന്റ് തന്നെയാണ് ഈ ഹയർ സെക്കൻഡറി അല്ലെങ്കിൽ എൻട്രൻസ് കോച്ചിങ് എന്ന് പറയുന്നത്. അപ്പോൾ ശരിക്കും വളരെ കൺസേൺഡ് ആയിട്ടുള്ള എന്നാൽ ഹാപ്പി ആയിട്ടുള്ള പാരൻസിൻ്റെ വാക്കുകളാണ് നമ്മൾ കേട്ടത്. ദാറ്റ് ആൽഫ ജീനിയസ് തന്നെയാണ് കേരളത്തിലെ നമ്പർ 1 ഇൻ്റഗ്രേറ്റഡ് സ്കൂൾ എന്നുള്ളത്.